ഹായ് ഹലോ നമസ്തേ. കഫ്ലീസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം എന്താണ്? നമ്മുടെ ലാലേട്ടന്റെ പുതിയ സിനിമയായ ഹൃദയപൂർവ്വത്തിന്റെ ടീസർ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറെ നാൾക്ക് ശേഷം വീണ്ടും ലാലേട്ടൻ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ടീസർ നമുക്ക് റിയാക്ട് ചെയ്ത് നോക്കാം. I know Malayalam film industry, very sensible. But my girlfriend, she's totally Bollywood style. Okay. This is this stuff I'm doing just for her. I love Papa, man. Papa? Oh. Avisham, Kungalangi Nights, what a performance. It's drama, kadak. But we have good senior actors also. Only Fafa. Only Fafa. Yes. നന്നായിരിക്കട്ടെ. നാളെ മോഹൻ സംഗീത് ഇത് നല്ല ലുക്കുണ്ട്. എക്സ്പ്രഷൻ കാര്യം ഇടുന്നുണ്ട്. സിദ്ദിഖ്, ലാലു അലക്സ് കൊള്ളാം, നല്ല ലുക്കുണ്ട്. ഈ ലുക്ക് പഴയ ഒരു പടത്തിലില്ലേ? ഉണ്ട്. ഹൃദയപൂർവ്വം അത് കണ്ടാടാ? ഹൃദയപൂർവ്വം മറ്റേ ഒരു ഒപ്പിട്ടേക്കണുണ്ട്. ലാലേട്ടന്റെ ഒപ്പ് ഇങ്ങനെ ഉണ്ടോ? മോഹൻലാലെന്ന് എഴുതി ഇങ്ങനെ ഒരു സിഗ്നേച്ചർ. ശരിയാണ്. സത്യൻ അന്തിക്കാട് അവിടെ ഒരു ഹാർട്ടും. അപ്പൊ കണ്ടിട്ട് എന്ത് തോന്നി? ലാലേട്ടന്റെ പേരിലൂടെ തന്നെ പറയണം, സത്യൻ അന്തിക്കാടിന്റെ ഒരു മൂവിയാണ്, സത്യൻ അന്തിക്കാട് സാറിന്റെ ഒരു സിനിമയാണ്. അപ്പം അതിന്റെ ഫീൽ ഗുഡ് തന്നെയാണ് ടീസറിൽ വന്നിരിക്കുന്നത്. ഇപ്പൊ സത്യൻ അന്തിക്കാടും മോഹൻലാലും തമ്മിലുള്ള കോംബോ നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും വർഷമായിട്ട് നമുക്ക് എപ്പോഴും ഒരു എന്താണ് വന്നപ്പോഴെല്ലാം ഹിറ്റായിരുന്നു. നമുക്ക് മോശം എന്ന് പറയാൻ പല സിനിമകൾ റിപ്പീറ്റ് ചെയ്ത് കാണുന്നില്ലേ ഇപ്പോഴും. ഇപ്പൊ രസതന്ത്രമൊക്കെ ടി വിയിൽ വന്നാൽ തന്നെ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കാണാം. മറ്റേ ടൂണൊക്കെ ചോറ് കഴിച്ചോണ്ടിരിക്കുമ്പോ ആ സിനിമയും കൂടെ വരുമ്പോ ഫീലാണ്. പ്രത്യേകിച്ച് ആ ടൂൺ ഇപ്പോഴും പല ആൾക്കാരുടെയൊക്കെ മറ്റേ മൊബൈലൊക്കെ രണ്ട് ടൂണായിട്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. കയ്യിൽ സാധനം കൊണ്ട് ഇറങ്ങുമ്പോ ഒരു വീട് എങ്ങനെ അത് നല്ല ഫീൽ ഗുഡ് സാധനം. പിന്നെ ലാസ്റ്റ് വന്നെന്ന് പറഞ്ഞാൽ എന്നും എപ്പോഴും അതിനുശേഷം പിന്നെ വന്നത് ഹൃദയപൂർവ്വം. പക്ഷെ ഓരോ പടങ്ങൾ വരുമ്പോഴും ആ കാലത്തിൻ്റെതായ ഒരു അപ്ഡേഷൻ സത്യൻ അന്തിക്കാടിൽ വരുത്തിയിട്ടുണ്ട്. ഇപ്പൊ ഇതില് നോക്കുമ്പോൾ സിനിമയിലും അത് തന്നെ അത് മനസ്സിലാവും. നമുക്ക് ഈ നമ്മള് സ്ഥിരം ഒരു സത്യൻ അന്തിക്കാട് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ഒരു പ്രതീക്ഷിക്കുന്നത് ഒരു പ്രകൃതി, നാട്ടുംപുറം, നാട്ടപ്പുറത്തെ ആൾക്കാർ അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇതൊരു മൂന്നാറ, ഊട്ടി അതുപോലത്തെ ഒരു തണുപ്പുള്ള പ്രദേശം. കാരണം അവരുടെ ഡ്രസ്സിംഗ് ഒക്കെ അങ്ങനെയാണ്. കളർ ഗ്രേഡിങ് ഒരു നീല ഷെയ്ഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥിരം സത്യൻ അന്തിക്കാട് സിനിമ അല്ലാതെ ഒരു മാറ്റം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പോലെ കാലത്തിനനുസരിച്ച് സത്യൻ അന്തിക്കാട് സാറും അപ്ഡേറ്റഡ് ആയിട്ടുള്ള അതിൻ്റെതായുള്ള ഒരു വ്യത്യാസം നമുക്ക് ഈ പടത്തിൽ ഇപ്പൊ തന്നെ ടീച്ചർ കാണുമ്പോൾ അതുണ്ട്. പിന്നെ അത് എടുത്തു പറയാനുള്ളത് പിന്നെ ഇതിലെ ക്യാരക്ടേഴ്സാണ്. നമുക്ക് ഇപ്പൊ മലയാളികൾക്ക് എല്ലാം അറിയാന്നുള്ള സിദ്ദിഖും അതുപോലെ ലാലു അലക്സ്, അതുപോലെ സംഗീത്. അപ്പൊ സംഗീതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇത്രയും ത്രൂ ഔട്ട് ഒരു വേഷമാവാനാണ് ചാൻസ് കൂടുതൽ. അതുപോലെ സത്യൻ അന്തിക്കാട് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, സംഗീതിന്റെയും ലാലേട്ടന്റെ ആ കോംബോളൊക്കെ കാണുമ്പോൾ പഴയ ദാസന് വിജയ് കോംബോ ഉണ്ടല്ലോ, അതിന്റെ എവിടെയൊക്കെ ഒരു ഗ്ലിംസ് പോലെയൊക്കെ പുള്ളിക്ക് ഫീൽ ചെയ്തതെന്നൊക്കെ പറഞ്ഞു. തുടരും കണ്ടപ്പോഴും നമുക്കൊരു ചെറിയൊരു വൈബൊക്കെ അടിച്ച് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വന്നപ്പോഴൊക്കെ ഒരു കളർഫുൾ ആയിട്ട് പോയായിരുന്നു തുടരുമില്ലേ. ചിലപ്പോ എന്തായാലും ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണും. നല്ല വേഷമായും നല്ല കോംബോ ആയിരിക്കും. എന്തായാലും ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ കാണാൻ സാധ്യത ഉണ്ട്. പിന്നെ സത്യൻ അന്തിക്കാട് സാറിന്റെ എല്ലാ ഫിലിമും എപ്പോഴും ലൈഫായിട്ട് ഭയങ്കര കണക്ട് ആണ്, ഫാമിലി ആയിട്ട് ഭയങ്കര കണക്ട് ആണ്. അവസാനം ഇറങ്ങിയ മകൾ എന്ന് പറയുന്ന സിനിമ അതും അത് പക്ഷേ തിയേറ്ററിക്കലി എത്ര വിജയകരമല്ലായിരുന്നെങ്കിലും ടി വിയിലൊക്കെ നല്ല ഇതായിരുന്നു. ഈ ജയറാം അല്ലായിരുന്നോ? ജയറാമായിരുന്നു. നസ്ലനുണ്ടെന്നോ? നസ്ലനായിരുന്നു. അപ്പം അതൊരു ഫാമിലി ബേസ്ഡ് സിനിമ തന്നെയാണ്. എല്ലാം ഫാമിലി ബേസ്ഡ് ഫിലിം ലാസ്റ്റ് ആകുമ്പോ ഒരു എന്തെങ്കിലും നമുക്കൊരു ഇതുപോലെ മെസ്സേജ് പോലെ തരും. അതാണ് ഇതിനകത്തും അത് തന്നെ ആയിരിക്കും ഒരു ടെംപ്ലേറ്റ് പോകുന്നത്. ഈ ഹൃദയപൂർവ്വം സിനിമ പറ്റി ഒരു റൂമർ വന്നായിരുന്നു വരുന്നത്, മറ്റേ ലാലേട്ട ഒരു ഹാർട്ട് സർജറി ചെയ്ത ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്ത ഒരു പേഷ്യന്റ് ആണെന്നുള്ള ഇതിലാണ് റൂമർ കേട്ടത്. സത്യമാണെന്ന് അറിയില്ല, ചിലപ്പോ അങ്ങനെ ആയിരിക്കാം. ചിലപ്പം അത് തന്നെ ഈ സിനിമയുടെ ഹൃദയപൂർവ്വം എന്ന് പറയുന്ന ഒരു പേരും, ഹൃദയം ആ ഒരു പേരും, പിന്നെ ഈ ഹൃദയപൂർവ്വം എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഹാർട്ടിലാണ് അവസാനത്ത് അമ്മിട്ടേക്കണത്. അപ്പൊ അതും
എല്ലാം കൂടെ പിന്നെ ഈ റൂമറും കൂടെ കണക്ട് ചെയ്യുമ്പോൾ അത് ശരിയാവാനാണ് സാധ്യത എന്ന് തോന്നുന്നു, ഉറപ്പുള്ള കാര്യമില്ല. പിന്നെ ഇപ്പൊ നീ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എന്നും എപ്പോഴും സിനിമയിൽ ലാസ്റ്റ് ഇനി ഞാൻ എഴുതട്ടെ എന്ന് പറഞ്ഞ മഴയത്ത് മറ്റേരുന്ന് എഴുതുമല്ലോ, മഞ്ജു വാര്യരുടെ സ്റ്റോറി എഴുതുമല്ലോ, എഴുതുന്ന സമയത്ത് ലാസ്റ്റ് എന്നും എപ്പോഴും എന്ന് കാണിക്കൂല. അതുപോലെ ചിലപ്പോ ലാസ്റ്റ് ഇതിലും ടൈറ്റിൽ പോലെ വരാം, ഹൃദയപൂർവ്വം മോഹൻലാൽ, അങ്ങനെ എന്തെങ്കിലും അങ്ങനെ നിർത്തുമായിരിക്കാം. നിർത്തിയാൽ അത്ര സന്തോഷല്ലേ, അങ്ങനെ കാണാൻ കൊള്ളാം. ഫുള്ള് ഒരു കോമഡി ആയിട്ട് പോകുന്ന സിനിമയല്ല എന്തായാലും. അവസാനം ഒന്നല്ല, ഒരു പകുതിക്ക് വെച്ച് വേറെ ഒരു സ്റ്റോറി മാറിപ്പോവും, പിന്നീട് തിരിച്ചു വരുന്നു. അങ്ങനത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും യൂസ് ചെയ്തേക്കണത്. എന്തായാലും കുറച്ച് സസ്പെൻസ് എലമെന്റ്സ് കാണാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും. പിന്നെ കാലത്ത് സെന്റിമെന്റിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഷൂട്ടിംഗ് നടന്ന സമയത്ത് ഒരു ഹെലികോപ്റ്റർ എന്നൊരു മറ്റേ എമ്പുരാന്റെ ആ ടൈമിലൊക്കെ ഇറങ്ങിയ സമയത്തും നമ്മൾ ഇത് ആഘോഷിച്ചുകൊണ്ടിരുന്ന് തുടരും ഇറങ്ങി സക്സസ് ഒക്കെ ആയ തമ്മിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ഇത് ഇട്ടിരുന്നു. സത്യനന്ദിക്കാട് ഒരു ഹെലികോപ്റ്റർ നിന്നിട്ട് അതിനിപ്പോ മാസ് രംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ കുറെ ഇത് വന്നത്. ഇപ്പൊ ഇതിനകത്തൊക്കെ മാസ് രംഗങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. നീ പറഞ്ഞ റൂമർ ഞണ്ടുകളുടെ നാട്ടിൽ ഇടവേളയില്ലേ, അതേ ഒരു ഫീല് എനിക്ക് കിട്ടണം. കറക്റ്റ് ആണല്ലേ. അതൊരു നിവിൻ പോളി അങ്ങനെ നിവിൻ പോളി മറ്റേ ഇതൊക്കെ ചെയ്യണല്ലേ, ക്യാൻസർ അത് പറഞ്ഞതും ചിലപ്പം എല്ലാരും മുമ്പിലും ചിരിച്ചു കളിച്ച് നിൽക്കുമ്പോഴും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എല്ലാം നമ്മളൊരു പ്രഡിക്ഷൻ ആണ്. നിങ്ങൾക്ക് നിങ്ങൾ കമന്റ് ചെയ്യണം. ഈ ഒരു സീനില് അത് എന്റെ ഒളിമ്പിൻ അന്തോണി ആ ഒരു അത് തന്നെ നീ പറഞ്ഞ കോറിഡോർ അതുപോലത്തെ ഒരു ഫീല് കിട്ടിയ അതിനകത്ത് സെയിം സീനുണ്ട്. ഒരു കോളേജല്ല സ്കൂളിന്റെ ഫ്രണ്ടിലത്തെ കോറിഡോറിൽ ഒളിമ്പിൻ അന്തോണി. ചിലപ്പം കേരളത്തിൽ നിന്ന് വെളിയിലുള്ള ആണെങ്കിലും ഒരു സ്ഥലത്തില് ഇതുപോലെ ചിലപ്പം ഇവിടെ വരുന്ന ആരെങ്കിലും ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ട് വരുന്ന ആരെങ്കിലും ഒക്കെ ആയിരിക്കാം നമ്മളൊരു ഊഹം. അത് ആ ലൊക്കേഷൻ കണ്ടപ്പോ അതുപോലെ ഒളിമ്പിൻ അന്തോണി പെട്ടെന്ന് ആ വൈബൊക്കെ അടിച്ച് നന്നായിരിക്കും. എനിക്ക് ഒളിമ്പിൻ അന്തോണി ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ ലാലു അലക്സും സിദ്ദിഖും കൂടെ ഒരുമിച്ച് വരുന്ന കോംബോ ആണെങ്കിൽ അത് കിടക്കും. മനസ്സിലായി, അവര് രണ്ടുപേരും കൂടെ പ്രസൻസ് വരുമ്പോഴത്തേക്ക് നല്ല രസമായിരിക്കും. അതിന്റെ കൂടെ ലാലേട്ടനും കൂടെ വരുമ്പോ നല്ല രസമായിരിക്കും. പിന്നെ കുറെ നാളായി കണ്ടിട്ട്, അപ്പൊ നമുക്ക് അതിൻ്റെതായ ഒരു ഇതുണ്ട്. അപ്പൊ പിന്നെ ആശീർവാദിന്റെ 25ാമത് വാർഷികത്തിനൊക്കെ ശേഷമുള്ള പടങ്ങളാണ്. അപ്പൊ അതില് 25 years ആശീർവാദ്, ആന്റണി പെരുമ്പാവൂർ കാണാതിരിക്കൂല. പിന്നെ ഇതില് നമ്മള് ഇപ്പൊ ടീസർ ഇട്ട സമയത്ത് ഒരു മ്യൂസിക് കൂടിയാണ് ഫുള്ളായിട്ട് അവതരിപ്പിച്ചത്. അപ്പൊ മ്യൂസിക്കിന് പ്രാധാന്യമുള്ള പടമായിരിക്കാം. അപ്പൊ മ്യൂസിക് ചെയ്തത് ആരാണ്? ജസ്റ്റിൻ പ്രഭാകരനാണ് മ്യൂസിക് ചെയ്തേക്കുന്നത്. അപ്പൊ മ്യൂസിക് കൂടെ ചിലപ്പോ ഒരു മ്യൂസിക് കൂടുതൽ പ്രാധാന്യം കൂടെ ചെയ്തുകൊണ്ടുള്ള ഒരു ഫിലിം ആയിരിക്കാം. എന്തായാലും ഫീൽ ഗുഡ് എന്ന് പറയുന്ന ഒരു 100% ചാൻസ് ആണ്. ചിലപ്പം സീനുകളിലൊക്കെ ചെറിയ ചെറിയ മാസ് രംഗങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ ഇത് കാണാം. നമുക്ക് ട്രെയിലറും കൂടെ കണ്ടിട്ട് ഒരു എന്തോന്നായിരിക്കും എന്നൊരു പ്രഡിക്ഷൻ ഇടാം അല്ലേ? അത് തന്നെ, ട്രെയിലറും കൂടെ കണ്ടിട്ട് നമുക്ക് പ്രഡിക്ഷൻ ഇടാം. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ആക്ടേഴ്സിനെ സംബന്ധിച്ച് സെൽഫ് ട്രോൾ എന്ന് പറയുന്നത് ഇപ്പൊ ആർക്കും ചെയ്യാൻ മടിയില്ലാത്തൊരു കാര്യമാണ് അല്ലേ? ഇപ്പൊ എല്ലാരും ചെയ്യണുണ്ട്. അത് പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ അതൊരു ബുദ്ധിമുട്ട് ഉള്ള കാലഘട്ടമായിരുന്നു. ഇപ്പൊ അങ്ങനെയില്ല, ഇപ്പൊ അതെല്ലാരും എൻജോയ് ചെയ്യണുണ്ട്. അപ്പൊ അതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഓക്കെ, ഇപ്പം അടുത്ത നമുക്ക് ട്രെയിലർ വരുമ്പം റിയാക്ട് ചെയ്യാം. അപ്പൊ ട്രെയിലറും കൂടെ കണ്ടിട്ട് നമ്മുടേതായ പ്രൊഡിക്ഷൻസ് വെച്ച് നമുക്ക് സ്റ്റോറിയൊക്കെ ഒന്ന് നോക്കാം, അനലൈസ് ചെയ്യാം. അപ്പൊ അൻറ്റിൽ ദെൻ നമ്മൾ പുതിയ വീഡിയോയുമായി ഉടനെ വരും. അൻറ്റിൽ ദെൻ ലൈൻ കട്ട്.